ഷാഫി പറമ്പിലിനെ തകർക്കാൻ CPM ഗൂഢാലോചന നടത്തുകയാണ് എന്നാണ് KPCC പ്രസിഡന്റ് പറയുന്നത്. അതിൽ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് പാർട്ടി പൂർണ്ണമായും ഷാഫിയെ പിന്തുണയ്ക്കുമെന്നാണ്. ഒപ്പം തന്നെ PV അൻവറിനെ കൂടെ കൂട്ടാനാണ് കോൺഗ്രസിന്റെ തീരുമാനമെന്നും സണ്ണി ജോസഫ് പറയുന്നു. ഷാഫിയെ പോലെയുള്ള നേതാക്കളെയൊക്കെ പല നിലയ്ക്ക് ഇപ്പോൾ പാലക്കാട് നിന്ന് അദ്ദേഹത്തിൻ്റെ വിജയസാധ്യതയും സ്വീകാര്യതയും കണ്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നിർത്തുന്നു. അത്തരം പരീക്ഷണങ്ങൾ നിയമസഭാ തെരഞ്ഞെടുപ്പിലും തുടരും. അതിൻ്റെ സ്ട്രാറ്റജി ആലോചിച്ചിട്ടില്ല. ഇപ്പം നമ്മൾ പഞ്ചായത്ത് ഇലക്ഷനാണല്ലോ, ഇതിലെ സ്ട്രാറ്റജി ഒന്ന് കഴിയട്ടെ. അത് കഴിയുമ്പോൾ നിയമസഭാ തെരഞ്ഞെടുപ്പിന് അതിൻ്റേതായ സ്ട്രാറ്റജി രൂപീകരിച്ചുകൊണ്ട് നല്ല സ്ഥാനാർത്ഥികളെ നിശ്ചയിക്കും. PV അൻവറിനുമായി സഹകരിപ്പിച്ച പോലല്ലേ നല്ലത്? കുറെ കൂടി അവിടെ ആ കാര്യത്തിലേക്ക് അങ്ങനെ തന്നെയാണ് വരുന്നത്. ഞാൻ പറഞ്ഞല്ലോ, മലപ്പുറത്തെ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞല്ലോ, ആ പാർട്ടി തീരുമാനിച്ചിട്ടുണ്ട് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF-ന് നിരുപാധിക പിന്തുണ നൽകാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇനിയുള്ള അസംബ്ലി തെരഞ്ഞെടുപ്പിൽ അവരുമായിട്ട് യോജിച്ചു പോകാൻ കഴിയുമെന്നാണ് ഞാൻ കരുതുന്നത്. മുന്നണിയിലെടുക്കുന്നതിൻ്റെ കാര്യം മുന്നണിയെ ആലോചിക്കും. അത് ഞങ്ങൾ അപേക്ഷയല്ല, ആ കാര്യത്തിൽ ഒരു ഫൈനൽ തീരുമാനം വന്നിട്ടില്ല. പക്ഷേ അനുകൂലമായ ഘടകങ്ങൾ ശക്തിപ്പെട്ടു വരുന്നു. തുടരുന്നുണ്ട് വിവരങ്ങൾ നൽകാനായി. സൈഫു, ഇതിപ്പോൾ ഈ പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തിന് ശേഷം അദ്ദേഹത്തിന്റെ ഈ ഗോഡ് ഫാദർ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കടന്നാക്രമിക്കുന്ന കാഴ്ചകൾ നമ്മൾ കാണുന്നുണ്ട് ഷാഫി പറമ്പിലിന്. അതുപോലെ തന്നെ ഈ വിഷയത്തിൽ കൃത്യമായൊരു നിലപാട് ഷാഫി പറയുന്നില്ല എന്നതുൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ പലരും പറയുന്നുണ്ട്. ഈ ഒരു ആരോപണങ്ങളെ എങ്ങനെയാണ് പാർട്ടി എടുത്തിട്ടുള്ളത്? ബൈറ്റ് നമ്മൾ കൊടുത്തത് ചെറുതായി മാറിപ്പോയിട്ടുണ്ട്. അതിന് ഷാഫിയുടെ കാര്യത്തിൽ അദ്ദേഹം സംസാരിച്ചതിന് തൊട്ടും മുമ്പുള്ള ചോദ്യമായിരുന്നു അദ്ദേഹത്തോട് നമ്മൾ ചോദിച്ചത്, ഷാഫിയെ ബോധപൂർവം CPM ടാർഗറ്റ് ചെയ്യുന്നുണ്ടോ, അറ്റാക്ക് ചെയ്യുന്നുണ്ടോ, എന്തുകൊണ്ടാണ് CPM ഷാഫിയെ ഭയക്കുന്നത് എന്ന ചോദ്യം അദ്ദേഹത്തോട് ചോദിച്ചപ്പോൾ അദ്ദേഹം നിശ്ചയമായും പറഞ്ഞത് പാലക്കാട്ടെ വിജയത്തിന്റെ ഉത്തരവാദി നിശ്ചയമായും ഷാഫി പറമ്പിൽ തന്നെയാണെന്ന് അദ്ദേഹം സമ്മതിക്കുന്നു. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പ്രതികരണമാണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന്റെ പൂർണ്ണ ക്രെഡിറ്റ് ഷാഫി പറമ്പിലിന് KPCC അധ്യക്ഷൻ കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അദ്ദേഹം പറയുന്നത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയ വിജയം കൂടി നേടിയതോടുകൂടി ഷാഫി പറമ്പിലിന്റെ ഒരു ഇമേജ് വലിയ തോതിൽ ഉയരുന്നുണ്ട്. ഷാഫി പറമ്പിൽ എവിടെ എത്തിയാലും ആളുകൾ കൂടുന്നുണ്ട്. അപ്പോൾ ഷാഫിക്ക് വലിയ സ്വീകാര്യത ലഭിക്കുന്നു. പ്രത്യേകിച്ച് മലബാറിൽ ലീഗ് അണികളടക്കം അദ്ദേഹം എത്തുന്ന വേദികളെല്ലാം വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. അത് നിശ്ചയമായും CPM-നെ വലിയ തോതിൽ ഭയപ്പെടുത്തുന്നുണ്ട്. പക്ഷേ ഷാഫിക്ക് പൂർണ്ണമായ പിന്തുണ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന കാര്യം അദ്ദേഹം അസന്നിഗ്ധമായി വ്യക്തമാക്കുന്നു. ഷാഫിക്ക് പാലക്കാട്ടെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിൽ പൂർണ്ണമായി ക്രെഡിറ്റ് അദ്ദേഹം നൽകുമ്പോഴും കോഴിക്കോട്ട് ലോക്സഭാ തെരഞ്ഞെടുപ്പ് അദ്ദേഹം വലിയ വിജയം നേടുന്നു. അതിനുശേഷം ഇപ്പോൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ അദ്ദേഹം എത്തുന്ന ഇടങ്ങളിലൊക്കെ വലിയ ആൾക്കൂട്ടം ഉണ്ടാകുന്നു. ആ സമയത്താണ് മാത്യു കുഴൽനാടൻ ഒരു വിവാദ പ്രതികരണം നടത്തിയത്. എന്ന് വെച്ചാൽ പാർട്ടിക്കുള്ളിൽ ഈ സെലിബ്രിറ്റി ലീഡേഴ്സ് ഉണ്ടാകുന്നു, ആ സെലിബ്രിറ്റി നേതാക്കൾ പാർട്ടിക്ക് തലവേദനയാകാൻ സാധ്യതയുണ്ട് എന്ന രീതിയിലുള്ള ഒരു പ്രതികരണം കുഴൽനാടൻ നടത്തിയിരുന്നു. അതും കൂടി മുൻകൂട്ടി കണ്ടാണ് നമ്മൾ സണ്ണി ജോസഫിനോട് ഈ ചോദ്യം ചോദിച്ചത്. പക്ഷെ അദ്ദേഹം പറയുന്നത് ഷാഫി പറമ്പിൽ പൂർണ്ണമായ പിന്തുണ പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞതിന് ശേഷം ഈ സെലിബ്രിറ്റി ലീഡേഴ്സ് ഈ മാത്യു കുഴൽനാടൻ പറയുന്നത് പോലെയുള്ള സെലിബ്രിറ്റി നേതാക്കൾ കോൺഗ്രസിൽ ഉണ്ടോ എന്ന ചോദ്യത്തിന് അദ്ദേഹത്തിന്റെ മറുപടി രസകരമായി നിശ്ചയമായും ഉണ്ട്. മാത്യു കുഴൽനാടൻ അടക്കം സെലിബ്രിറ്റി ലീഡേഴ്സ് ആണ്. അപ്പൊ അത് തലവേദനയാകുമോ എന്ന ചോദ്യത്തിനില്ല, അത് പാർട്ടിക്ക് മുതൽക്കൂട്ടാണ്. അത് തന്നെയാണ്. അപ്പോൾ ഷാഫിക്കെതിരായിട്ടുള്ള ഒരു ഗൂഢാലോചന നടക്കുന്നുണ്ട്. അതിൽ പാർട്ടി ഷാഫിയെ തന്നെ പിന്തുണയ്ക്കുമെന്ന് പറഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് നമുക്കറിയാം ഈ പ്രചരണങ്ങളുടെയൊക്കെ ഒടുവിൽ ചെന്ന് നിൽക്കുന്നത് അത് ഷാഫി പറമ്പിലേക്ക് തന്നെയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതൊക്കെ കണ്ടുകൊണ്ട് തന്നെയാണ് അത്തരത്തിലൊരു പ്രതികരണം കൂടി KPCC അധ്യക്ഷൻ നടത്തിയിട്ടുള്ളത്. ശരി.